الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. ബഹുമാനികളായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കാരുണ്യവാനായ പടച്ച റബ്ബ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ ഒക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു ദിവസം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. തൽഹയുടെ ജീവിതം നബിക്ക് വേണ്ടിയാണ് സമർപ്പിച്ചത്. ഉഹദ് യുദ്ധത്തിൽ തുരുതുര അമ്പുകൾ വന്നപ്പോൾ അത് സ്വന്തം ശരീരം കൊണ്ട് തടുത്ത മനുഷ്യനായിരുന്നു അദ്ദേഹം. ആ നേരത്താണ് റസൂലുള്ളാഹി കാതിൽ പറഞ്ഞത്, ജിബ്രീൽ വന്നിട്ടുണ്ട് തൽഹ, നിനക്ക് സ്വർഗമുണ്ടെന്ന് ജിബ്രീൽ എന്നെ അറിയിക്കുന്നു എന്ന് പറയുന്ന രംഗം കൂടിയാണ്. ആ തൽഹത്ത് ബിൻ ഉബൈദില്ല വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. വമാ യുഅ്ജിബുക യാ തൽഹ, എന്തും അത്ഭുതമാണ് ആ സ്വപ്നത്തിൽ നിനക്കുണ്ടായത്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ അറിയുന്ന രണ്ടു സഹോദരന്മാർ, അവർ രണ്ടുപേരും റജുലാനി, ആ രണ്ടുപേരും ഇസ്ലാമുഹുമാ ജമീഅ, അവർ ഒരേ ദിവസമാണ് അങ്ങയുടെ അടുത്ത് വന്ന് ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായത്. എനിക്കവരെ അറിയാം. അങ്ങനെ അവർ രണ്ടുപേരും വളരെ സുഹൃത്തുക്കളായിരുന്നു. ഒന്നിച്ചു നടത്തം, ഒന്നിച്ചു പോക്ക്, ഒന്നിച്ചു വരവ്, അള്ളാഹിന്റെ മാർഗത്തിൽ പരസ്പര സഹകരണം. അങ്ങനെ ഒരു യുദ്ധമുണ്ടായപ്പോൾ അവർ രണ്ടുപേരും യുദ്ധത്തിന് പോയി. ഫസ്തുഷ്ഹിദൽ അവ്വൽ, അതിൽ ഒരാൾ രക്തസാക്ഷിയായി, മറ്റേയാൾ യുദ്ധത്തിൽ മരണപ്പെട്ടില്ല. ഇയാൾ ജീവനോടുകൂടി തിരിച്ച് വീട്ടിലെത്തി. ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ആ സഹോദരൻ മരണപ്പെടുന്നത്. രക്തസാക്ഷി മരണപ്പെട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് മറ്റേ സഹോദരൻ മരണപ്പെടുന്നത്. എൻ്റെ സ്വപ്നം, റസൂലേ, സ്വർഗത്തിൻ്റെ താഴ്വാരത്ത് ഞാനിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ കൗതുകത്തോടെ നോക്കി നിൽക്കുക. അവരുടെയൊക്കെ സ്വപ്നത്തിൻ്റെ ആഴം പോലും അത്ഭുതമാണ്. ഉപബോധ മനസ്സും ബോധമനസ്സും തമ്മിലുള്ള കൈമാറ്റ പ്രക്രിയയാണ് സ്വപ്നം എന്ന് ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർ പറയുമ്പോൾ
എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാകണം അങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നത്. സ്വർഗ കവാടത്തിലേക്ക് നോക്കിയിട്ട് തൽഹത്ത് ബിൻ ഉബൈദിൽ അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഈ രണ്ടുപേരെയും ഞാൻ ഒന്നിച്ചു കണ്ടു. ഒരു കൊല്ലം മുമ്പേ രക്തസാക്ഷിയായ മനുഷ്യനും ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ മരണപ്പെട്ട് സാധാരണ മരണം വരിച്ച മനുഷ്യനും അങ്ങനെ നിൽക്കുക. അപ്പോ സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടു. അതിനകത്ത് നിന്ന് മലക്ക് പുറത്തു വന്നു. എന്നിട്ട് സ്വമേധയാ മരണപ്പെട്ട ആളെ ആദ്യം വിളിച്ചു. അയാൾ പോയി കുറെ കഴിഞ്ഞിട്ടാണ് രക്തസാക്ഷിയായ മനുഷ്യനെ വിളിച്ചത്. എന്നെ അത് അത്ഭുതപ്പെടുത്തി പ്രവാചകരെ. സത്യത്തിൽ രക്തസാക്ഷിയല്ലേ ആദ്യം വിളിക്കേണ്ടത്? രക്തസാക്ഷി ദീനിനു വേണ്ടി ജീവൻ സമർപ്പിച്ച് പടിയിറങ്ങിപ്പോയിട്ടും വീണ്ടും ഒരു കൊല്ലം കൂടി പാർത്ത മനുഷ്യനെ പിന്നെ ആദ്യം വിളിച്ചു. രക്തസാക്ഷിയെ പിന്നെ വിളിച്ചു. ഇതെന്താണ് എന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. രണ്ടാമത് ആ മരിച്ച മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹത്തെ മലക്ക് ആദ്യം വിളിക്കാൻ കാരണം ഖദ് അദ്റക ശഹ്റു റമളാൻ, മറ്റേയാളേക്കാൾ ഒരു റമളാൻ അദ്ദേഹത്തിന് കിട്ടി എന്നാണ്. ആ റമളാനിനെ അയാൾ ഉപയോഗപ്പെടുത്തി എന്നാണ് താല്പര്യം. രക്തസാക്ഷിയേക്കാൾ സ്വർഗത്തിൽ ഒന്നാമതെത്താൻ ഒരു നോമ്പുകാരനെ സാധിച്ചു എന്ന ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ദീർഘമായ ഒരു ഹദീസിന്റെ ഭാഗം വായിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. അടുത്ത വെള്ളിയാഴ്ച കഴിയുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ നോമ്പിലേക്ക് കടക്കുകയാണ്. ഒരു വെള്ളിയാഴ്ച കൂടി ഷഅബാനിൽ നമുക്കുണ്ടാകും. പിന്നെ ആയുസ്സുണ്ടെങ്കിൽ നമ്മൾ കാണുക വിശുദ്ധമായ റമളാൻ മാസത്തിലെ വിശുദ്ധമായ ജുമഅയുടെ ഒരു പകരായിരിക്കണം. അതുകൊണ്ട് റമളാൻ അതിൻ്റെ പ്രാധാന്യം, ചെറുതല്ലാത്ത ഒരു പ്രാധാന്യം സത്യത്തിൽ നമ്മൾ തിരിച്ചറിയുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന 3 ഘടകങ്ങളുണ്ട്. അതിലൊന്ന് അവൻ്റെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അവൻ്റെ വ്യക്തിത്വം നന്നാകുന്നതും അവൻ തകരുന്നതും അവൻ തളരുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് ഇസ്ലാം അതിന് വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കി, വിവാഹത്തിന് വലിയ പ്രോത്സാഹനങ്ങൾ ഉണ്ടാക്കി. ദാമ്പത്യ ജീവിതത്തിന്റെ A to Z വരെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു. പാതിരാ സമയത്ത്, രാത്രി സമയത്ത് ഭർത്താവ് ഭാര്യയെ ലൈംഗികമായ താല്പര്യത്തിന് ക്ഷണിച്ചപ്പോൾ അവൾ വിസമ്മതിച്ചപ്പോൾ പുലരുന്നത് വരെ ആ സ്ത്രീക്ക് ലഅനഹുൽ മലായിക, അവളെ മലക്കുകൾ ശപിക്കുമെന്ന് ഹദീസുകളിൽ പറയുമ്പോൾ വ്യഭിചാരത്തിന്റെ മുറ്റത്തേക്ക് ഒരു മനുഷ്യൻ പോകാതിരിക്കാൻ എത്രമേൽ നിയന്ത്രണങ്ങളുടെ അതിർവരമ്പുകൾ ഈ മതം വിട്ടു എന്നുള്ളത് അത്ഭുതത്തോടു കൂടി വായിച്ചെടുക്കാൻ സാധിക്കും. അവിടെയാണ് ഒരു സംഗതി മനുഷ്യൻ തകരുന്നത്, അവന്റെ വ്യക്തിത്വം കരിപ്പിടിപ്പിക്കുന്നതും രൂപപ്പെടുന്നതും. മറ്റൊരു സംഗതി അവന്റെ ഭക്ഷണമാണ്. ഭക്ഷണത്തോടുള്ള അമിതമായ ആർത്തി അത് ചിലപ്പോൾ ദുനിയാവിൽ രോഗങ്ങൾ വരുത്തിയേക്കാം. ഭക്ഷണവുമായിട്ട് ജീവിതമായിട്ടൊരു വലിയ ബന്ധമുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നിയന്ത്രണങ്ങൾ ഉണ്ടാക്കി, ഭക്ഷണത്തിന് നിയന്ത്രണങ്ങൾ ഉണ്ടാക്കി. സ്വർഗത്തോളം അത് അടുപ്പിക്കാൻ മാത്രം അതിന് പുണ്യം പഠിപ്പിച്ചു. നിങ്ങളുടെ അമലുകളിൽ ഒന്നിന് പാളിച്ച വരുമ്പോ കഫാറത്ത് കൊടുക്കണമെന്ന് പറയുമ്പോ ഏത് കഫാറത്ത് വായിക്കുമ്പോഴും കാണും 10 പേരുടെ ഭക്ഷണം, അല്ലെങ്കിൽ 30 പേരുടെ ഭക്ഷണം, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഭക്ഷണം. ഭക്ഷണം കാണാത്തൊരു സംഗതി ഇല്ലല്ലോ മനുഷ്യന്റെ വിശപ്പടക്കാൻ. അതുകൊണ്ട് ആ സ്വർഗത്തെപ്പറ്റി, സ്വർഗത്ത് കിടന്ന ആളുകൾ പറയുന്നുണ്ട്, അവരെ പറ്റി അല്ല പറയാമോ, യുത്അമൂന തഅമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വ യതീമൻ വ അസീറാ. അവര് സ്വർഗത്തിൽ കടന്നു, അവരെന്ത് ചെയ്തുവെന്നോ ഇഷ്ടമുള്ള ഭക്ഷണം തന്നെ അവർ പാവങ്ങൾക്ക് കൊടുത്തു. അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ആ പാവങ്ങൾക്കും ഇഷ്ടമുള്ള ഭക്ഷണം അവർ കൊടുത്തു. അനാഥക്ക് കൊടുത്തു, തടവ് പുള്ളിക്ക് കൊടുത്തു. അവര് സ്വർഗത്തിലെത്തിയ കഥ പറയുന്നു. കുലു ഹലാലൻ ത്വയ്യിബൻ,
നല്ല ഭക്ഷണം കഴിക്കണം, പോരാ ഹലാലുമാകണം, ഹറാമാകരുത്. നേരത്തെ ഞാൻ പറഞ്ഞ ലൈംഗികതയുമായി ബന്ധപ്പെട്ട് നോമ്പിന്റെ പകലിൽ ലൈംഗികത പിടിച്ചു നിർത്താൻ പഠിപ്പിച്ചു. അത് സഹധർമ്മിണിയാകാം, ഹലാലായി വന്ന സഹധർമ്മിണിയാകാം, ഏതോ ഒരു മനുഷ്യന്റെ കൈപിടിച്ച് അല്ലെങ്കിൽ അവളുടെ പിതാവിന്റെ കൈപിടിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വച്ചു എന്ന് പ്രതിജ്ഞ ചെയ്ത ജീവിതത്തിന്റെ നേർപ്പാതിയായ ജീവിത പങ്കാളി കൂടെയുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പകല് നിയന്ത്രണ വിധേയമാക്കി, ഒരു മാസം നിയന്ത്രണ വിധേയമാക്കി, ഒരു പരിശീലന കാലയളവാണ്. ഒരു റമദാൻ മുതൽ മറ്റൊരു റമദാൻ വരെ എന്നൊരു പ്രയോഗമുണ്ട് ഹദീസില്. നിങ്ങളെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും നിങ്ങൾ വൻദോഷങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ എന്ന് പറയുന്നു. അപ്പൊ നിയന്ത്രണം ഇവിടെ ഭക്ഷണത്തിന്റെ കാര്യത്തിലാണ്. ലോകത്തിൽ നിയന്ത്രണം ഉണ്ടായില്ലേ? സുബഹി മുതൽ മഗ്രിബ് വരെ അന്നപാനീയങ്ങൾ വെടിയും. ആ പരിശീലനം എത്രത്തോളം എന്ന് ചോദിച്ചാൽ അനവദനീയമായ പാനം, ഭക്ഷണം, വെള്ളം അവൻ റമദാന്റെ പകലിൽ ഒഴിവാക്കും. അത് കഴിയുമ്പോ പിന്നെ പൂർണ്ണമായും ഹറാമായൊരു ഭക്ഷണം, വെള്ളം അവൻ കുടിക്കൂല. അവന്റെ നാവിന്റെ തുമ്പത്ത് കൂടി അവന്റെ ചുണ്ടിൽ മദ്യത്തിന്റെ കോപ്പ വരൂല. അവനറിയാത്ത ഒരു നിയന്ത്രണത്തിന്റെ സ്വർഗീയ ലോകത്തേക്ക് അവനെ അല്ലാഹു പറിച്ചു നടുന്നു എന്നത് അത്ഭുതകരമാണ്. അതാണ് ആ നിയന്ത്രണം പറയുന്നത്. ഭക്ഷണം. മറ്റൊരു സംഗതി പറയുന്നത് മനുഷ്യന്റെ സമ്പത്ത്. അതും അങ്ങനെയാ മനുഷ്യന്റെ വ്യക്തിത്വം ഉണ്ടാക്കുന്നത്. ചില മനുഷ്യനത് തകർക്കും, ചില മനുഷ്യനെ അത് വല്ലാത്ത പിശുക്കനാക്കി മാറ്റും. ജീവിതത്തിൽ സ്വന്തം പോലും ഉപയോഗിക്കാതെ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് അവസാനം അരടി മണ്ണിലേക്ക് പോകുമ്പോ ഒന്നുമില്ലാത്തവനായിട്ട്, ദുനിയാവും ആഖിറവും ഇല്ലാത്തവനായി പോകുന്ന ഒരവസ്ഥക്ക് വരും. അതുകൊണ്ട് ധനം അതിന്റെ വിനിയോഗം പരിശീലിപ്പിച്ചു. സക്കാത്ത് മാത്രമല്ല, ദാനധർമ്മങ്ങൾ, മറ്റുള്ളവരെ സഹായിക്കൽ, അങ്ങനെ അനേകം കാര്യങ്ങൾ. ഖുർആൻ പറയുന്നൊരു വാക്കുണ്ട്, ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. സമ്പത്തിനോട് മനുഷ്യന് വല്ലാത്ത ഇഷ്ടമുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ അതിന് നിയന്ത്രണം ഉണ്ടാക്കി, അതിന് പരിധി ഉണ്ടാക്കി. എത്ര സമ്പത്തും സമ്പാദിക്കുവാൻ പ്രോത്സാഹനം നൽകി. സഹാബിമാർ വെറുതെ ഇരിക്കുന്നവരായിരുന്നില്ല. മദ്ഹബിന്റെ പണ്ഡിതന്മാരുടെ ചരിത്രം പഠിക്കുമ്പോഴും അവർ തൊഴിൽ ചെയ്യുന്നവരായിരുന്നു. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് ഒന്നാം തരം വസ്ത്രവ്യാപാരിയായിരുന്നു. വിശ്വസ്തതയോടെ ആളുകൾ അബൂ ഹനീഫ ഇമാമിന്റെ അടുത്ത് വന്നിട്ട് വസ്ത്രങ്ങൾ വാങ്ങി പോകുമായിരുന്നു. ആരായത്? ദിവസേന നൂറുകണക്കിന് ആളുകൾ മസ്അല ചോദിക്കുവാൻ വേണ്ടി വിദൂര ദിക്കുകളിൽ നിന്ന്, മലമടക്കുകളിൽ നിന്ന് ഒട്ടകക്കൂട്ടങ്ങളെ തെളിച്ച് എത്തുന്ന മനുഷ്യന്റെ കഥയാണ്. അദ്ദേഹം ഒന്നാം തരം വ്യാപാരിയായിരുന്നു. എന്താ ഇത് പ്രോത്സാഹിപ്പിച്ചത്? സമ്പത്ത് ഉണ്ടാക്കിക്കോ എന്നാ പറഞ്ഞത്. പക്ഷേ എത്ര ഉണ്ടാക്കിക്കോ, പക്ഷെ അതിന്റെ ക്രയവിക്രയം നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതാണ്. അസ്സദഖത്തു റദ്ദുൽ ബലാ. വിപത്തുകൾ പോലും നീങ്ങിപ്പോകാൻ നിങ്ങളുടെ ദാനധർമ്മത്തിന് പവറുണ്ടെന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത്തരം പവറാണ് കണ്ണീരുകൾക്ക് സാന്ത്വനം കൊടുക്കുക എന്നുള്ളത്. അവിടെയാണ് സക്കാത്തിന്റെ വിശുദ്ധി വരുന്നത്. അവിടെയാണ് ദാനധർമ്മത്തിന്റെ കാര്യം പറയുന്നത്. ഇടംകയ്യ് പോലും അറിയാതെ വലം കൈ കൊണ്ട് ചെയ്യുന്ന ചില ധർമ്മങ്ങളെ പറ്റി പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഹ്ശറയിൽ 7 ആളുകൾക്ക് തണല് കൊടുക്കുമ്പോൾ ഒരു തണൽ അയാൾക്ക് കിട്ടും എന്നാണ്. 7 വിഭാഗത്തിൽ ഒരു വിഭാഗം അതാണ്. ഈ പറഞ്ഞ 3 കാര്യങ്ങളും നമ്മൾ അറിയാത്ത വിധത്തിൽ റമദാനിൽ നമ്മൾ ട്രൈൻ ചെയ്യപ്പെടുന്നു, നമുക്ക് പരിശീലനം ലഭ്യമാകുന്നു. അന്യായമായിട്ട് സമ്പാദിക്കാൻ പിന്നെ നമുക്ക് തോന്നുകയില്ല. കിട്ടിയ സമ്പത്ത് അല്ല തന്നതാണെന്നുള്ള ബോധം എപ്പോഴും ഉണ്ടാകുന്നു. വിനയാന്വിതനായിട്ട് ജീവിക്കാൻ പഠിക്കുന്നു. ലോകത്തെ ഏറ്റവും സമ്പന്നനായ ഒരു പ്രവാചകന്റെ കഥ പറയുന്നുണ്ട് ഖുർആൻ. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. പടച്ചറബിനെ ഓർത്ത് കണ്ണീര് വീഴ്ത്തുന്ന ഇത്ര വലിയൊരു സമ്പന്നനെ പിന്നീട് ലോകം കണ്ടിട്ടില്ല. അത്ഭുതങ്ങൾക്ക് പിന്നാലെ അത്ഭുതങ്ങൾ അല്ലാഹു ജീവിതത്തിൽ വാരിക്കോരി കൊടുക്കുമ്പോഴും ഹാദാ മിൻ ഫളി റബ്ബി,
അള്ളാഹു എനിക്ക് തന്ന ഔദാര്യം, എനിക്ക് തന്ന അനുഗ്രഹം. പക്ഷേ ഇതെന്തിന്? ലിയബ്ലുവനീ, അവൻ എന്നെ പരീക്ഷിക്കുകയാണ്. അഷ്കുറ, ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ, അമ്മഫുറാദോ, നന്ദി കേട് കാണിക്കുന്നുണ്ടോ എന്ന് എൻ്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ്. ആ ഒരു ബോധമാണ് എപ്പോഴും ഒരു വിശ്വാസിയിൽ അന്തർലീനമായിട്ടുള്ളത്. റമദാൻ ആ നിലക്കാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് ബോധ്യമുണ്ടാകുന്നു. സമ്പത്തും മക്കളും അല്ലെ, ഖുർആൻ പറയുന്നൊരായത്തുണ്ട്, മുനാഫിഖൂൻ സൂറത്താണ്, പരിചയമുള്ള സൂറത്തും ആയത്തുമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും, നിങ്ങളെ മക്കളും നിങ്ങളെ സമ്പത്തും നിങ്ങളെ അശ്രദ്ധമാക്കാതിരിക്കട്ടെ. ദിക്റില്ല, അള്ളാന്റെ ഓർമ്മയെ തൊട്ട്. പടച്ചോനെ മറപ്പിക്കരുത്. മക്കളുടെ അന്യായത്തിന്, മക്കളുടെ അധർമ്മത്തിന് കൂട്ടുനിൽക്കാൻ വിധിക്കപ്പെടുന്ന മാതാപിതാക്കൾക്ക് അത് ബോധ്യാകും ഈ ആയത്ത് എന്താണെന്ന്. സമ്പത്തും അങ്ങനെ, സമ്പത്ത് കാരണം അള്ളാനെ മറക്കരുത്. അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്റില്ലാഹ് വമൻ യഫ്അൽ ദാലിക, ആരെങ്കിലും അങ്ങനെ ചെയ്താൽ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അയാൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അതുകൊണ്ട് പൂർണ്ണമായി റബ്ബിന് വിധേയമായി അവന്റെ സ്മരണ, അവന്റെ ഓർമ്മ, ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനാകണം. അവിടെയാണ് വിജയം കുടിക്കൊള്ളുന്നത്. അവിടെയാണ് പടിവാതിൽക്കൽ റമദാൻ എത്തി നിൽക്കുന്നത്. നരകത്തിന്റെ കവാടങ്ങൾ അല്ലാഹു അടച്ചു വെച്ചു എന്ന് പറയുന്നത് അവിടെയാണ്. സ്വർഗീയ കവാടങ്ങൾ അല്ലാഹു തുറന്നു വെച്ചു എന്ന് പറയുന്ന മാസത്തിന്റെയും പൊലിമ അവിടെയാണ്. പിശാചുക്കളെ ചങ്ങലക്കിട്ടു എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം അവിടെയാണ്. സുഹൃതങ്ങളും നന്മകളും ജീവിതത്തിന്റെ നിയന്ത്രണങ്ങളും സാധ്യമാകുന്ന ദാനധർമ്മങ്ങളും ഇബാദത്തുകളും ചെയ്യാൻ, അതോടൊപ്പം പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടാൻ നമുക്ക് അള്ളാഹു ഇറക്കിത്തന്ന, ജിബ്രീൽ എന്ന മലക്കിലൂടെ ഇറക്കിത്തന്ന പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുടെ നാവിന്റെ തുമ്പത്ത് കൂടി സഹാബത്ത് കേട്ട, അവിടുന്ന് തലമുറകൾ കേട്ട, തലമുറ കൈമാറി നമ്മുടെ മുന്നിലെത്തിയ, ഖിയാമം വരെ അള്ളാഹു നിലനിർത്തുന്ന, ഏത് ശക്തികൾ തീരുമാനിച്ചാലും ഒരു വള്ളി പുള്ളി മാറ്റാൻ അവസരം ലഭിക്കാത്ത ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ, നാം ഇറക്കിയ ഖുർആൻ നാം അത് സൂക്ഷിക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലോകത്ത് എത്ര മതഗ്രന്ഥങ്ങളുണ്ട്, അത് മനഃപ്പാടമുള്ള ഒരാൾ പോലും ആ മതവിശ്വാസികളുടെ കൂട്ടത്തിലില്ലെങ്കിൽ, ഖുർആൻ എന്ന് പറയുന്ന വിശുദ്ധ ഗ്രന്ഥം മനഃപ്പാടമുള്ള ലക്ഷോപലക്ഷം മുഅ്മിനുകൾ ഇന്ന് ലോകത്തുണ്ട് എന്നുള്ളത് അത്ഭുതമല്ലേ? എത്ര മനോഹരമായിട്ട്, കാതിനിത്ര ഇമ്പം നൽകുന്ന ഒരു സുഗന്ധം സത്യത്തിൽ വേറെയില്ല. അതുകൊണ്ട് ശഹ്റു റമളാൻ ഇന്നഹു ശഹ്റു സബ്ർ, അത് മനുഷ്യനെ ക്ഷമ പഠിപ്പിക്കുന്ന മാസമാണ്. വൽ ഇഹ്സാൻ, മനുഷ്യനെ നന്മ പഠിപ്പിക്കുന്ന മാസമാണ്. വശഹ്റു റഹ്മ, അത് കാരുണ്യത്തിന്റെ മാസമാണ്. കണ്ണുനീരിന്റെ വില അറിയുന്ന മാസമാണ്. വൽ ഗുഫ്റാൻ, അത് പാപമോചനത്തിന്റെയും മാസമാണ്. വശഹ്റു ദുആ, അത് പ്രാർത്ഥനയുടെ മാസമാണ്. വൽ ഖുർആൻ, അത് ഖുർആന്റെ മാസമാണ്. വശഹ്റു തൗബ, അത് പാശ്ചാത്താപത്തിന്റെയും മാസമാണ്. വൽ ഇത്ഖു മിനന്നാർ, ഭീകരമായ നരകത്തിൽ നിന്ന് അല്ലാഹു മോചനം തരുന്ന മാസവുമാണ്. ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനാകണം. പരിശുദ്ധ ഖുർആൻ വളരെ പരിചയമുള്ളൊരു സൂറത്താണ് സൂറത്ത് ഫജ്ർ. അതിന്റെ അവസാന ഭാഗത്തായത്താണ് ഓതിക്കൽപ്പിച്ചത്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തമായ ആത്മാവേ നീ കടന്നു വരിക. സ്വർഗത്തിലേക്ക് അള്ളാഹു വിളിക്കുക. എങ്ങനെ വിളിക്കുന്നത്? ഇലാ റബ്ബിക്കി, നിന്റെ ഇലാ റബ്ബിക്കി, നിന്റെ രക്ഷിതാവിന്റെ സന്നിധിയിലേക്ക് നീ വരണം. റാളിയത്തൻ മർദിയ, നീ അവനെ തൃപ്തിപ്പെട്ടു, അവൻ നിന്നെയും തൃപ്തിപ്പെട്ടു. അതാണ് അള്ളാഹ് പറയുന്നത്.
അള്ളാഹനെ നീ തൃപ്തിപ്പെട്ടപ്പോൾ അള്ളാഹു നിന്നെയും തൃപ്തിപ്പെട്ടു. സ്വർഗവാസികളെ പറ്റി ഖുർആന്റെ ഒരു റസൂലുള്ളാഹിന്റെ ഒരു വാക്കുണ്ട്, അലൈക്കും, എന്റെ തൃപ്തി നിങ്ങളുടെ മേൽ ചെയ്യുന്നു എന്ന് അള്ളാഹു എന്ന് പറയുമെന്നാണ്. എന്റെ നല്ലവരായ അടിമകളുടെ കൂട്ടത്തിൽ വന്ന് ചേരുക. ഇതൊരു ഭാഗ്യമുള്ള ദിവസമായിരിക്കും. എന്റെ സ്വർഗത്തിൽ വന്ന് ചേരുക. പരലോകത്ത് സ്വർഗത്തിലേക്ക് വിശ്വാസിയെ വിളിക്കുന്ന രംഗമാണ്. ആ കൂട്ടത്തിൽപ്പെടാൻ അള്ളാഹു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെ തീരുന്നില്ല, മരിക്കുന്നൊരു നേരമുണ്ടല്ലോ മനുഷ്യന്. നിങ്ങളെ കാഴ്ചക്കാർ മാത്രമാണ്. ഖുർആന്റെ പ്രയോഗമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ മരിക്കുക, മരണത്തിന്റെ രംഗത്ത് പോയി നിന്നവന് തിരിയും ഈ ആയത്ത്. എന്ത് ചെയ്യും? ആർക്ക് വിളിക്കും? ഡോക്ടർമാര് പറഞ്ഞു ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. അവസാന നിമിഷങ്ങൾ എണ്ണപ്പെട്ടു. ജീവിതത്തിന്റെ കൂടെ നിന്ന വസന്തം അവസാനത്തെ കല്ലായിദാ ബലഗത്തി തറാഖി വഖീല മൻ റാഖ്. റൂഹ് തൊണ്ടക്കുഴിയിലെത്തി. ആരോ വന്നിട്ട് മന്ത്രിക്കുന്നു അയാളോട്, ഇനി നിനക്ക് മന്ത്രം നടത്തി തരാൻ ആരുണ്ട്? വളന്ന അന്നഹുൽ ഫിറാഖ്. അയാള് മരണം അപ്പ ഉറപ്പിച്ചു. ഇടപറയുകയാണ്, അസ്തമിക്കുകയാണ്, സ്വപ്നങ്ങൾ മാത്രം ബാക്കിയാവുകയാണ്, ഓർമ്മകൾ ദാനം നൽകി പോവുകയാണ്. 3 കഷ്ണം വെള്ളത്തുണി മനസ്സിൽ അപ്പോൾ മന്ത്രിക്കുകയാണ്. ഒരു മനുഷ്യൻ കൂടി ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുകയാണ്. ചരമകോളത്തിൽ ഒരു ഫോട്ടോ കൂടി ആരൊക്കെയോ തയ്യാറാക്കുകയാണ്. വാട്സപ്പ് മെസ്സേജുകളിൽ ഒരു ഇന്നാലില്ലാഹികൾ നിരന്തരം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുകയാണ്. ആ നേരത്ത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ആ രംഗം, വൽതഫത്തി സാഖു ബിസ്സാഖ്. അവൻ കാലും പരസ്പരം പിണക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇത്ര ദുർബലനോ മനുഷ്യൻ. അടക്കി ഭരിച്ച ലോകങ്ങൾ എത്രയുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോ ഇത്രമേൽ ദുർബലനാണ് ഒരു മനുഷ്യൻ എന്ന് കാലം ബോധ്യപ്പെടുത്തുന്നു. വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. നിന്റെ രക്ഷിതാവിന്റെ അടുത്തേക്ക് നിന്നെ തെളിച്ചു കൊണ്ടുപോകുന്ന ദിവസം എന്ന് പരിശുദ്ധ ഖുർആൻ. ആ നേരമാണ് മരണത്തിന്റെ നേരം. അല്ലാഹു അതിനെക്കുറിച്ച് പറയുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة. നേരാമണ്ണം വിശ്വസിച്ചു, ഒരു നേരിന്റെ നിലപാടോടുകൂടി അവർ നിലകൊണ്ടു. അധർമ്മം വന്ന് 4 ഭാഗത്തുനിന്നും ആടി പിടിച്ചപ്പോ, കാന്തശക്തി പോലെ തിന്മകൾ ആകർഷിച്ചപ്പോ അതിൽ നിന്നൊക്കെ അവൻ മാറി നിന്നു. അതുകൊണ്ട് ഇപ്പോ മലക്കുകൾ ഇങ്ങനെ തതനസ്സലു അലൈഹിമുൽ മലായിക. ആരും കാണുന്നില്ല, മരിക്കുന്നവൻ കാണുന്നുണ്ട്. മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അവരവനോട് പറയുന്നുണ്ട്, അല്ലാ തഖാഫു, നീ ഭയപ്പെടണ്ട, വലാ തഹ്സനു, നീ ദുഃഖിക്കുകയും വേണ്ട, വഅബ്ശിറൂ ബിൽ ജന്ന അല്ലതീ കുൻതും തുഅദൂൻ, നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം, അതുകൊണ്ട് നീ സുവിശേഷം അറിയിക്കുന്നു. കൂട്ടത്തിൽപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ രീതിയിൽ പരിശുദ്ധ റമദാനിനോട് നീതി പുലർത്താൻ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ് ഇബാദല്ലാഹ്. സാനിയൻ ബിത്തഖ്വല്ലാഹ്. ബഹുമാന്യ സഹോദരി സഹോദരന്മാരോട് ഒരിക്കൽ കൂടി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ പള്ളി നല്ല സൗകര്യം, പുറത്ത് നല്ല ചൂട്, അകത്ത് ആശ്വാസത്തിൻ്റെ തെളിനീരിൻ്റെ തണുപ്പ്, അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയോടുകൂടി
സ്ത്രീകളുടെ ഭാഗം കൂടി പണി തീർന്ന് അവർക്ക് കൂടി താഴോട്ട് സൗകര്യപ്പെടുന്നവർക്ക് ഇറങ്ങി അതിൻ്റെ വർക്കുകൾ കൂടി നടക്കും എന്ന് കാര്യം അറിയിക്കുന്നു. ആ സംരംഭവുമായിട്ട് ഇനിയും സഹകരിക്കാൻ സാധിക്കുന്നവർ അതുമായിട്ട് ബന്ധപ്പെടണമെന്ന് സ്നേഹപുരസ്സരം ഓർമ്മപ്പെടുത്തുന്നു. പ്രകാരം തന്നെ 2 മരണവാർത്തകൾ അറിയിക്കുന്നു. ഒന്ന്, മുക്കം ഭാഗത്തുള്ള മുഹമ്മദ് മൂക്കൻ പറമ്പിൽ എന്ന സഹോദരൻ്റെ മരണവാർത്തയാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം സ്വർഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഏലംകുളത്തുള്ള എൻ്റെ ഒരു പ്രിയ സുഹൃത്തിൻ്റെ പിതാവ് കൂടിയായ പ്രൊഫസർ അബൂബക്കർ സാഹിബ്, അദ്ദേഹം റിട്ടയർഡ് ചെയ്തത് പെരിന്തൽമണ്ണ ഗവൺമെൻറ് കോളേജിൽ നിന്നാണ്. അദ്ദേഹം ഇന്ന് പുലർച്ചെ മരണപ്പെട്ടു. ആ മയ്യത്തും ജനാസയൊക്കെ സന്ദർശിച്ചാണ് ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടായത്. ഒരു കാലഘട്ടത്തിൽ മലബാറിലെ ആദ്യത്തെ ഗസറ്റഡ് ഓഫീസർ എന്നൊക്കെ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെ ദാരിദ്ര്യവും വിദ്യാഭ്യാസം എന്തെന്നറിയാതെ നേരാമണ്ണൊരു മുണ്ടെടുക്കാൻ കഴിയാത്ത ഒരു ദാരിദ്ര്യത്തിൻ്റെ കാലത്ത് അത്രയും ഉന്നതമായ ഒരു പോസ്റ്റിലിരുന്ന് ജനങ്ങൾക്ക് ഒരു സേവനം ചെയ്തിരുന്ന ഒരു മനുഷ്യൻ കൂടിയായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതം സ്വർഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസ് അള്ളാഹു അദ്ദേഹത്തിന് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള രോഗങ്ങളുമായിട്ടൊക്കെ പ്രയാസപ്പെടുന്നു, വിഷമിക്കുന്നു. അള്ളാഹുവരുടെ രോഗങ്ങൾക്ക് ശിഫ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള മാനസികമായ വിഷാദങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഉള്ളവരുണ്ട്. റബ്ബ് അവരുടെ എല്ലാ വിഷമങ്ങളും തീർത്ത് അനുഗ്രഹം പ്രദാനം ചെയ്ത് കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തന്ന്, കൺകുളിർമയുള്ള മക്കളാക്കി തന്ന്, കണ്ണിമ്പമുള്ള മക്കളാക്കി തന്ന് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മരണസമയത്ത് ഈമാൻ കെട്ടി മരിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ 6 അടി മണ്ണിൽ കിടക്കുന്നു. അവരുടെ ഖബർ ജീവിതം അള്ളാഹു സ്വർഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ നാനാഭാഗത്ത് പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്ന നമ്മളെ സഹോദരന്മാർ, സഹോദരിമാർ, ഇവർക്ക് നല്ല ഒരു റമദാൻ, നല്ല ഒരു പെരുന്നാൾ ഒക്കെ അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان